റോഹായിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സമർപ്പിക്കുകയും ചെയ്യുന്നു. ഹോശോ സത്യക്രിസ്ത്യാനികളുമായ സകലവർണ്ണാർത്ഥങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുക്കളായ തീരുമാനമായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കണം. പിതാക്കന്മാരെയും ചുവള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പം ഇവരോടുകൂടിയും ഇവരുടെ പിമ്പമുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, മൂന്ന് പരിശുദ്ധ സുന്നതദോസുകളിലെ സത്യവിശ്വാസത്തിന്റെ പരമേ ഞങ്ങളെല്ലാവരെയും കൃപയോടെ സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങൾ നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റോഹായിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സമർപ്പിക്കുന്നു. ഹോശോ അരൂപികളുടെ സദാചരണനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തെ മുൻകൂട്ടി എന്ത് പ്രാപിച്ച് ശ്രമിച്ചു നിന്റെ അടുക്കൽ നേർന്നവരായി വിശുദ്ധ ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്ന് സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോട് സത്യവിശ്വാസം കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെ ഞങ്ങൾ ഓർക്കുന്നു. അവിടെ ആത്മാവിനെ അടുക്കലേക്ക് എടുത്തുകൊണ്ട് നമ്മുടെ ദൈവമായ ശിവായോട് ധാരാളമായ തന്റെ കരുണകൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെ അവരെയും തന്റെ സൗകര്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുരിയേലായിസോൻ എന്ന് അട്ടഹസിച്ച് പറയണം. വിശ്വാസികളായ ഞങ്ങളുടെ പലതരം സൈന്യങ്ങൾക്ക് പിടിക്കപ്പെടുവാൻ പാടില്ലാത്തവരാകിയത് ദുഷ്ടാത്മാക്കളുടെ ബന്ധനങ്ങൾ നാലുകേടെടുക്കുകയും അതിവേദനകളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. നിന്റെ ഏകജാതന്റെ കരുണ അവരിൽ പ്രകാശിപ്പിക്കണമേ. അവൻ മൂലമുള്ളവരുടെയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ പൗരം അവരിൽ തന്നെ ശരണപ്പെടുന്നു. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ ഞങ്ങളുടെ പലതരെയും ന്യായവിധിയിൽ നിന്നും ദുഷ്ടന്മാർക്കുള്ള ശിക്ഷാവിധികളിൽ നിന്നും അവിടുന്ന് സംരക്ഷിക്കണമേ. തന്മൂലം സകലത്തിനും ബഹുമാനവും അനുഗ്രഹീതമായ നിന്റെ നാമവും ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെയും പരിശുദ്ധ റൂഹായുടെ നാമങ്ങളും ഇതിനാലും മഹത്വീകരിക്കപ്പെട്ട് പൊഴുത്തപ്പെടുവാനിടയാകണമേ. ഓശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായ ദൈവത്തിന്റെ കരുണ, ഞങ്ങളുടെ വാത്സല്യ സഹോദരരെ, നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.
പ്രാർത്ഥിക്കണം. ദൈവികമായ നൽവരത്തിന് മനുഷ്യ സ്നേഹത്തോടെ നീ ഞങ്ങളെ വിളിച്ചടുപ്പിച്ചിരിക്കുന്നുവല്ലോ. ഇതുമൂലം പിതാവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വിശുദ്ധ റൂഹായി വന്നിക്കുകയും നിന്റെ ഏകപുത്രന്റെ കർത്തൃ പ്രാർത്ഥനയെ പാടുകയും ചെയ്യുന്നു. സർവാധിപതിയും വിശുദ്ധനും നിഷ്കളങ്കനുമായ നിന്നെ വിശുദ്ധമായ വിചാരത്തോടും പരമാർത്ഥതയുള്ള നാവോടും ശരീരവെളിപ്പോടും ആത്മധൈര്യത്തോടും കൂടെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പാർക്കുമോ ഞങ്ങളുടെ തന്റെ മക്കളെന്ന് വിളിക്കപ്പെടാൻ കരുണയോടെ അർഹനാക്കി തീർത്ത കാരുണ്യവാനായ പിതാവേ, കഠിനതരമായ പരീക്ഷണങ്ങളിൽ നിന്നും ദുഷ്ടന്മാരുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും അവിടുന്ന് കാത്തുകൊള്ളുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുന്നു. ഓശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അണയ്ക്കപ്പെട്ട വിശ്രേഷങ്ങൾ കൈകൊള്ളുന്നതിന് മുൻപ് വീണ്ടും കാരണവനായ മുൻപാകെ നാം തലവനിക്കണം. തന്റെ മേലധികാരം ചെങ്കോൽ കീഴ് സകല സൃഷ്ടികളും വണങ്ങുന്ന സർവാധിപതിയായ രാജാവേ, ഇപ്പോൾ നിന്റെ തിരുമുമ്പാകെ ശിരസ്സുകൾ നമിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ നിന്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സമർപ്പിക്കുന്നു. ഓശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദിതവും അന്യവും സാരാംശത്തിനൊന്നായിരിക്കുന്നതുമായ തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും പറയലോടും കൂടി നാം സൂക്ഷിക്കണം. കർത്താവേ, അനുഗ്രഹം ചെയ്യണമേ. ശക്തിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും മാത്രമായി പരിശുദ്ധനായ ഒന്നായിരിക്കുന്നവരാകും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും എന്റെ ലോകത്തെ സൃഷ്ടിച്ചുണ്ടാക്കിയ പരിശുദ്ധനായ പിതാവ് നമ്മോടുകൂടെ കണ്ടതിന് മൂല്യമായ അനുഭവങ്ങളാൽ
അതിനെ രക്ഷിച്ചെടുത്ത പരിശുദ്ധനായ പുത്രൻ നമ്മോടുകൂടെ ഉണ്ടാകാവുന്നതുമായ സകലത്തെ മൂർത്തിയാകത്തിരിക്കുന്ന ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായും നമ്മോടുകൂടെ കർത്താവിൻ്റെ നാമം ആദികാലം മുതൽ എന്നേക്കും അനുഗ്രഹീതമായിരിക്കട്ടെ. തിരുസുതനായി വരുവാൻ നമ്മെ അവരുള്ളപ്പോൾ പഠിപ്പിച്ച താതന്മാരെ ഓർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ നാം അഴിവില്ലാത്തൊരു മോശത്തിൽ നയവാന്മാരവരന്മാരോടൊരു ശ്വാസമവർ കരുണേ ദൈവസുതൻ ഒരിയോരാകെ നേരിലോഹാദാകെ സ്തുതിയോട് രാജമക്കൾ ായി രാജഭാമിനിയം നിന്നെ മോഹിപ്പാൻ ഹല്ലേലൂയ ഹല്ലേലൂയ നിൻ ജനമോർക്കായ തിരുഹൃദയം ഭാഗ്യമോ മൻഗോലം വാദാവല്ലോലം വൽമേയാമേ നിന്നിലുദിച്ചോരേസുനേ തൃക്കരങ്ങളിലറിവാമ ഭദ്രവേഷയണ കേളം സൗമന്താരോ സുയിലായിസോ വരദായകമായ പ്രാർത്ഥനകൾ പാറുമോ ദൈവ പ്രസവിതേ കന്യകമറിയാമേ നുയരും നോയാമേ സുഖപരിമളധൂപം ഒരിയോരാമേ മേലയോഗാദാമേ തേടരുത് മാതാവേ വിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ നിറവേറ്റി അനുഗ്രഹം പ്രാപിക്കാൻ 9 മാസം ഞങ്ങൾ ലജ്ജിച്ചു പോകുവാനായിട്ടിടയാത്തിരരുതേ. നിന്റെ കരുണയാൽ സകലവിധ പ്രയാസങ്ങൾ ഞങ്ങൾ രക്ഷപ്പെട്ടു വേണ്ടുള്ളപ്പെടുമാറാകണമേ. നീ ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷകന് വേണ്ടെടുപ്പുകാരനുമാകുന്നുവല്ലോ. ദൈവം നമ്പുരാനെ ഞങ്ങളുടെ ശേഷം കോപിക്കരുതേ. ഞങ്ങളുടെ രഹസ്യങ്ങളും പരസ്യങ്ങളുമായ കുറ്റങ്ങളെ കുറവുകളെ നീ ഓർക്കരുതേ. എന്നാലും നിനക്ക് സഹജമായിരിക്കുന്ന പ്രകാരം സകല മനോടത്താലും ശത്രുക്കൾ ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. നിന്നെ പ്രസവിച്ച മാതാവിന്റെ തിരുസന്നിധിയിൽ
ധൈര്യവും മുഖപ്രസാദമുള്ളതുകൊണ്ട് ശുദ്ധിമതിയുടെ പ്രാർത്ഥനകളാൽ ഉത്തമരെ ദൈവം തോന്നി ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. സ്വർഗം കൈകൊണ്ട് കാലത്തികളിൽ വെളിവാക്കി സർവേശ്വരനുടെ പേരമ്മേ കരുണ കടലേ പരിശുദ്ധേ താഴാമയുടെ മാതൃകയെ പ്രാർത്ഥിക്കണമേ. കൈവഴിയല്ലേ നിന്നെ സുതൻ സന്നിധിയിൽ ആർപ്പിക്കണമേ. അടിയാരെ കൃപയും വാഴും നൽകണമേ. വിശുദ്ധതയുടെ മഹാപരിശുദ്ധ സ്ഥലത്തല്ല വിശുദ്ധന്മാരെ ആഴ്ന്നിരിക്കുന്ന വചനമായ ദൈവത്തെ പ്രസവിച്ച ശുദ്ധിമതിയായ മാതാവേ, അമ്മേ നിന്റെ വിലയേറിയ മധ്യസ്ഥത മുഖാന്തരം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കരുണയുടെ വാതിലൻ സകല നന്മകളുടെ ഭണ്ഡാരവുമായ ഞങ്ങളുടെ കർത്താവിന് നിന്റെ ഉദരത്തിൽ പേറി അവനെ പ്രസവിച്ച് നിന്റെ കൈകളാൽ അവനെ വളർത്തി ആ നിന്റെ ഏകജാതനോട് അമ്മേ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. നിന്നിൽ ജനായ പുത്രനോടുള്ള യാതനയാൽ ഞങ്ങളുടെ ദുർബലതയെ താങ്ങണമേ. രോഗങ്ങൾ സൗഖ്യമായി കിട്ടണമേ. കരകൾ മാഞ്ഞു പോകണമേ. കടങ്ങൾ വീട്ടപ്പെടണമേ. കുറവുകൾ നീക്കിക്കളയപ്പെടണമേ. അമ്മയെ നീ പ്രാർത്ഥിക്കുന്ന നമുക്ക് ആദരം വാർദ്ധക്യത്തിലെത്തിയവരെ താങ്ങുകയും യൗവനപ്രായത്തിലുള്ളവർ നേരായ മാർഗത്തിൽ കൂടെ നടത്തപ്പെടുകയും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർത്തപ്പെടുകയും ചെയ്യണമേ. ശുദ്ധിമതിയായ മാതാവിൻ്റെ വിലയേറെ പ്രാർത്ഥനയാണ്. ദൂരെയായിരിക്കുന്നവർ കേടുകൂടാതെ ധരിച്ചു വരണമേ. അടുത്തുള്ളവർ സ്വസ്ഥതയാൽ സംരക്ഷിക്കപ്പെടണമേ. പാപികളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിച്ച് കിട്ടുവാൻ നിത്യത്തിൽ പ്രാപിച്ചവരുടെ ആത്മാക്കൾക്ക് ആശ്വാസം കിട്ടുവാൻ അമ്മേ നിന്റെ ഏകജാതനോടൊന്ന് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ സഭയും അതിൻ്റെ മക്കളും പൊതുവായി കാത്തുകൊള്ളപ്പെടുവാൻ അപേക്ഷിക്കണമേ. എല്ലാ കാലത്തും അമ്മയുടെ പ്രാർത്ഥന ഈ മക്കളോട് കൂടെ ഇരിക്കണമേ. രാത്രിയിലും പകലിലും അമ്മയുടെ പ്രാർത്ഥന ഇവർക്ക് സഹായമായിരിക്കണമേ. രഹസ്യത്തിലും പരസ്യത്തിലും ആവുന്ന ആപത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നിന്റെ മക്കളെ രക്ഷിക്കുവാൻ അപേക്ഷിക്കണമേ. ഇവരെയും ബലഹീനരായ ഞങ്ങളെയും സകലപ്പെട്ടക്കാരെയും ശമാശന്മാരെയും ഒരുങ്ങി വന്നിരിക്കുന്ന ഈ വിശ്വാസികളുടെ കൂട്ടത്തെയും ഈ പ്രാർത്ഥന നിവർത്തിക്കുന്ന നിന്റെ മക്കളെ സംരക്ഷിക്കുവാൻ അപേക്ഷിക്കണമേ. നമുക്കെല്ലാവർക്കും ചേർന്നിട്ട് 3 പ്രാവശ്യം കൊറിയലായിസോ ചൊല്ലാം. കൊറിയലായിസോ 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 ഞങ്ങളുടെ ദേവാ ഞങ്ങളുടെ യാചനമൂലം പൈശാചിക ചതിയിൽ നിങ്ങൾ കേൾക്കണമേ. ബുദ്ധി ദുർസേനാബലയിൽ നിന്നും നീ രക്ഷിക്കണമേ. നിന്ദാ സർഗങ്ങൾ നാദാ ഹൃദയിൽ വാ
പുണ്യം മോചനവും നിന്നടിയങ്ങൾക്കായി പൂർണ്ണ ശാന്തിയുമേ മൃതരായോ കരുണേടണമേ. ഗോറിയേലൈസോൻ നാദാ കൃപ ചെയ്തിടണമേ, നാദാ കൃപ ചെയ്തിടണമേ, നാദാ കൃപ ചെയ്യണമലിവാ, നാദാ കൃപ ചെയ്യണമലിവാ, ഉത്തരമരുളണമേ, നാദാ ഉത്തരമരുളണമേ, നാദാ ഉത്തരമരുളണമേ. ശുഭഹോലോ കുമാര, ശുഭഹോലോ കുസാവര, ലോലംബാരേ കുമാർ. ഞങ്ങളുടെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാര്യം രക്ഷിച്ചതുപോലെ ഞങ്ങളുടെ പാവങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിക്കരുതേ, പിന്നെയോ രക്ഷിക്കണമേ. ഞങ്ങൾക്ക് ആരാശിയും ഞങ്ങളെ ആമേൻ. ഞങ്ങളറിയമേ നിനക്ക് സമാധാനത്തോടെ പാപിയായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ സമയത്തും മാതാവായ പരിശുദ്ധ കന്യമറിയാം അമ്മയുടെ വിലയേറിയ മധ്യസ്ഥത മുഖാന്തരം ഈ പ്രാർത്ഥന നിറവേറ്റിയവരെ ഇതിൽ സംബന്ധിച്ചവരെ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ മക്കളെ, മഹാപരിശുദ്ധനായ ഇഗ്നാത്തിയോസ് ഏലിയാസ്ത്രീയൻ്റെ തിരുശേഷിപ്പ് ഇപ്പോൾ സ്ഥാപിക്കുന്നു. തിരുശേഷിപ്പ് സ്ഥാപിച്ചതിന് ശേഷം തിരിച്ച് ത്രോണോസിന്മേൽ വയ്ക്കുകയും വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് ദൈവമക്കൾ ഓരോരുത്തരായി വന്ന് അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യാനുള്ള ക്രമീകരണം ചെയ്തിരിക്കുന്ന വിവരം ഓർമ്മപ്പെടുത്തുന്നു. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ കാൽനട തീർത്ഥയാത്ര ഈ പരിശുദ്ധൻ്റെ ഖബറിങ്കിലേക്കാകുന്നു. 1.5 വർഷം മുമ്പ് മുണ്ടക്കയത്ത് ഒരു പള്ളിയുടെ ഉദാശിക്ക് ചെല്ലുമ്പോൾ ഉദാശ കഴിഞ്ഞ് ഒരു പൊതുസമ്മേളനം ക്രമീകരിച്ചിരുന്നു. താൽക്കാലിക ഉദാശയായി ആ യോഗത്തിൽ സംബന്ധിച്ചത് ഒരു ഹൈന്ദവ സഹോദരി, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റൊന്ന് പ്രസിദ്ധനായ കണ്ണന്താനം, അൽഫോൻസ് കണ്ണന്താനം IAS അദ്ദേഹമായിരുന്നു പ്രധാന പ്രാസംഗികൻ. ആ സ്ത്രീ എഴുന്നേറ്റ്, പഞ്ചായത്ത് പ്രസിഡന്റ് സ്ത്രീ എഴുന്നേറ്റ് ആദ്യനാളുകളിൽ അതിലെ കൂടെ തീർത്ഥയാത്ര കടന്നു പോകുമ്പോൾ അവർ പുച്ഛത്തോട് നോക്കി എന്നവർ തന്നെ ആ യോഗത്തിൽ പരസ്യമായി പ്രസംഗിച്ചു. എന്നാൽ എനിക്കൊരു കഠിന രോഗം വന്നു. ഞാൻ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെ ഓർത്തു. ആ പരിശുദ്ധൻ്റെ ഖബറിൽ പോയി പ്രാർത്ഥിച്ചു. എനിക്ക് സൗഖ്യം കിട്ടി. ഞാനിന്ന് പൂർണ്ണ സൗഖ്യത്തിലാണ്. അതിനുശേഷം ഇനിയും എൻ്റെ ആയുഷ്കാലത്ത് എല്ലാ വർഷവും ഞാൻ ആ പരിശുദ്ധൻ്റെ ഖബറിലേക്ക് തീർത്ഥയാത്രക്കാരോടുകൂടെ നടക്കുമെന്ന് ആ സ്ത്രീ പറയുമ്പോൾ ആ പരിസരം മുഴുവൻ വിറയ്ക്കുകയായി. ഞാനിത് ഓർമ്മപ്പെടുത്തിയത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. 1950കളിൽ ഞാൻ 48 മുതൽ 55 വരെയുള്ള കാലയളവിൽ യാതൊരു മനുഷ്യനും എന്നെ അറിയുകയില്ലായിരുന്നു.
ഞാൻ സ്വാഭാവികമായ മരണം അനുഭവിക്കാൻ എൻ്റെ നടുവിലത്തെ സഹോദരനും നടുവിലത്തെ സഹോദരി ഏലമ്മയും വഴിപാട് നേർന്ന് മലയിൽ കുരിശിൽ പെരുന്നാൾ കഴിക്കാൻ തീയിൽ പോയി, വെള്ളത്തിൽ പോയി, എന്തെല്ലാം ആപത്തുകളാണ് ഒരു മനുഷ്യനുണ്ടാകാവുന്നത് അത് മുഴുവൻ ഉണ്ടായി. എൻ്റെ അപ്പനും അമ്മയും ദൈവവിശ്വാസികളായിരുന്നു, നോമ്പ് നോക്കുന്നവരായിരുന്നു. ഒരു കാര്യം അവർ തീരുമാനം ചെയ്തു, ദൈവത്തിൽ നിന്ന് വേർപെട്ട് മറ്റൊരു കാര്യവും ഈ കുഞ്ഞിൻ്റെ ജീവന് വേണ്ടി ചെയ്യുകയില്ല. മരണത്തിൻ്റെ ദിവസങ്ങളും നാഴികകളും അടുത്തു. മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ച് രാത്രി 12 മണി വരെ അപ്പൻ കാത്തിരിക്കും മരിക്കുന്നത് നോക്കി. 12 മണി മുതൽ അമ്മയുടെ ഊഴമാണ്. അമ്മ കാത്തിരിക്കും. കട്ടിലിന് താഴെ തറയിലിരുന്നിട്ട് കൈ എൻ്റെ ശരീരത്തിലേക്ക് തൊടുവിച്ച് വെച്ചിരുന്ന പാവം ഉറങ്ങിപ്പോയി. ഒരു പ്രകാശം കണ്ടു. ഭയപ്പെട്ട് ഓടിച്ചെന്ന് വരാന്തയിൽ ഉറങ്ങുന്ന അപ്പൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഞാൻ ഇങ്ങനെ കാണുന്നു, എന്തു ചെയ്യണം? സാരമില്ല, പോയി ഉറങ്ങാൻ പറഞ്ഞു. അപ്പൻ എഴുന്നേറ്റ് കട്ടിലിന്മേൽ പുറത്ത് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു. 2ാം പ്രാവശ്യവും കണ്ടു. 3ാം പ്രാവശ്യവും കണ്ടപ്പോൾ അപ്പൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഒരു തരത്തിലും എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, ഞാൻ ഭയപ്പെടുന്നു. ഇനി ആ പ്രകാശം കാണുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാൻ പറഞ്ഞു. അമ്മ ചോദിച്ചപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിക്കപ്പെട്ട രൂപം, ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ രൂപം, അതിൻ്റെ പിന്നിൽ ഒരാൾ നിൽക്കുന്നതായി അമ്മ കണ്ടു. അമ്മയ്ക്ക് പരിചയമുണ്ട്. എന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇവനെ എനിക്ക് ആവശ്യമുണ്ട്. പുറകിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, അവൻ്റെ പക്കൽ ഏൽപ്പിക്കുക, നീ പ്രാർത്ഥിക്കുക, ഭയപ്പെടേണ്ട, ഇവൻ മരിക്കുകയില്ല. പിന്നെ അമ്മയുടെ സന്തോഷം അറിയിക്കാൻ നിവൃത്തിയില്ല. അപ്പനും അമ്മയും രാത്രി മുഴുവൻ സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ച് അതിരാവിലെ എന്നെ തുടച്ച് കുളിപ്പിച്ച് എടുത്തും കുറച്ച് നടത്തിയുമൊക്കെ ആയിട്ട് മലയിൽ കുരിശിൽ കൊണ്ടുപോയി. മഞ്ഞരിക്കര കബറിൽ എത്തിക്കണമെങ്കിൽ 3 ആൾ വേണം. 18 വയസ്സായ അത്തി കൂടമല്ലേ. പണമുണ്ടാകുമ്പോൾ മഞ്ഞരിക്കരയ്ക്ക് കൊണ്ടുപോയി. ഇപ്പോൾ മലയിൽ കുരിശിൽ ബാബായുടെ കബറിങ്ങൾ കൊണ്ടുവച്ച് അമ്മ നെഞ്ചത്തടിച്ച് പ്രാർത്ഥിച്ചു. തോലൻ പ്രഭാച്ചൻ ഓടി വന്നു. അപ്പോൾ കല്ലുകലച്ചൻ്റെ പെങ്ങളും ചെറുവിലച്ചൻ്റെ കൊച്ചപ്പൻ്റെ ഭാര്യയുമാണ്. തല്ലല്ലേ എന്ന് പറഞ്ഞു. കുന്നത്തച്ഛൻ വന്നു, കുഴിയാഞ്ഞാലച്ഛനും വന്ന്. എല്ലാവർക്കും അറിയാം ഈ തള്ളെ. അന്ന് 1:30 മണി വരെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ആരോ അമ്മയുടെ മനസ്സിൽ തോന്നിച്ചു പറഞ്ഞു, ഇനി ഇവന് ഈ രോഗമുണ്ടാവുകയില്ല. വീട്ടിൽ വന്നു. അന്ന് ബോധക്കേടുണ്ടായില്ല. രാവും പകലും ബോധക്കേടുണ്ടാകുന്നതാണ്. ഇന്ന് രാത്രി ഉണ്ടായില്ല, പിറ്റേ ദിവസം ഉണ്ടായില്ല. 3 ദിവസമായപ്പോഴേക്കും അയൽവക്കത്തെല്ലാം പരസ്യമായി. കുഞ്ഞുഞ്ഞിൻ്റെ ബോധക്കേട് മാറിയത്. എൻ്റെ ഭാവത്തിൽ വ്യത്യാസം വന്നു, നിറത്തിൽ വ്യത്യാസം വന്നു, വാക്കുകളിൽ വ്യത്യാസം വന്നു. ദിവസവും ആ മാറ്റം കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെയാണ് കാലം ചെയ്ത പൗരോസ്ഥിതി ഉണ്ടാവുക എന്നെ വിളിച്ചു കൊണ്ടുപോയതും എന്നെ പൗരോഹിത്യത്തിലേക്ക് നടത്തിയത്. അതിനുശേഷവും അതിന് മുമ്പും ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. എനിക്ക് ദഹിക്കപ്പെട്ട വാത്സല്യ മക്കൾ വേദപുസ്തകം ആരംഭം മുതൽ പഠിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി കാണാം. വിശുദ്ധന്മാർ ദൈവം ഉപയോഗിക്കുന്നതായിട്ട് അബ്രാഹാമിനെ ഹാരാനിലേക്ക് കൽദയരുടെ 960 കിലോമീറ്റർ ദൂരം കൊണ്ടുപോയി അവിടെ ബഹുദൈവാരാധനയായിരുന്നിടത്ത് ഏകദൈവാരാധന പുനഃസ്ഥാപിച്ചത് അബ്രാഹാമാണ്. എൻ്റെ വിശുദ്ധന്മാരെ ദൈവം രാവും പകൽ ഉപയോഗിക്കുന്നു. കൊർന്നല്യോസ് അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ വലിയ ദൈവഭക്തനായിരുന്നു. അതിനെക്കുറിച്ച് സാക്ഷ്യം എഴുതിയിട്ടുണ്ട്.
അവൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവദൂതൻ ഇറങ്ങി വന്ന് അവനോട്, നീ യോപ്പായിലേക്ക് ആളയച്ച് പത്രോസിനെ വരുത്തുക എന്ന്. യെരൂശലേമിൽ നിന്ന് 27 മൈൽ വടക്ക് പടിഞ്ഞാറ് മാറിയാണ് യോപ്പ. അവിടുന്ന് വീണ്ടും 57 നാഴിക അപ്പുറത്താണ് ഈ കൊർന്നല്യോസ് പാർക്കുന്ന സ്ഥലം. പത്രോസ് പിറ്റേന്ന് അവിടെ ചെന്നു. ജനം കാത്തിരുന്നു. അവൻ പ്രസംഗിച്ചു. അനേകം ദൈവത്തിൽ വിശ്വസിച്ചു. മരിച്ചവരെ ഉറപ്പിച്ചു. രോഗികളെ സൗഖ്യമാക്കി. തൻ്റെ വിശുദ്ധന്മാർ ദൈവം എല്ലാ തുറകളിലും ഉപയോഗിക്കുകയാണെന്നുള്ളത് മറക്കരുത്. ചിലർക്ക് ഇതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. അവരോടാരും വഴക്കുകൂടാൻ പോകരുത്. അവരെയൊക്കെ സ്നേഹിക്കണം, നിർബന്ധിക്കുകയും ചെയ്യരുത്. പക്ഷേ വേദപുസ്തകം കയ്യിലെടുത്തിട്ട് വിശുദ്ധന്മാരെ അവരുടെ മധ്യസ്ഥതയും കാര്യങ്ങളുമൊക്കെ സഭയുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഒരു സമയം നിശ്ചയിച്ച് എൻ്റെ അടുക്കിലേക്ക് വരണം. കേൾക്കാനൊരു മധ്യസ്ഥനെയും കൂടെ വയ്ക്കും. ഞാൻ ആരോടും വാദപ്രതിവാദത്തിനല്ല. കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ച സിറിയൻ മാളിക ഈ സഭയുടേതാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങിയ സഭയുടെ ഉദ്ഘാടനം നടത്തിയ സ്ഥലവും ഈ സഭയുടേതാണ്. ലോകത്തിലെ ഒന്നാമത്തെ മണാശ്രീ ഈ വിശുദ്ധ ദുപദേനിൽ നിങ്ങൾ വായിച്ചു കേട്ട വിശുദ്ധന്മാരുടെ എല്ലാം കബറിടങ്ങൾ സ്ഥിതി ചെയ്യുന്ന നിനിവേയിലെ മോർമത്തായുടെ ദേറ ഈ സഭയുടേതാണ്. രണ്ടാമത്തേത് ടർക്കിയിലെ ദേറി സഫറാൻ കുർക്കുമദേറ, അതും ഈ സഭയുടേതാണ്. മൂന്നാമത്തേത് ടർക്കിയിൽ തന്നെ മിതിയാത്തിനോട് ചേർന്ന മോർ ഗബ്രിയേൽ ദേവ, അതും ഈ സഭയുടേതാണ്. ഇതിന് ശേഷമല്ലാതെ ലോകത്തിൽ വേറൊരു മൊണാസ്ട്രി ഒരു സഭയ്ക്കുമുണ്ടായിട്ടില്ല. നീ ജീവിക്കുന്ന സഭ ലോകത്തിലെ സഭകളുടെ മാതാവാണെന്ന് ലോകം സമ്മതിച്ചിട്ടുള്ളതാണ്. സംഖ്യാബലത്തിൽ പലയിടത്തും വലിപ്പവും അധികാര ശക്തികളുമൊക്കെ ഉണ്ട്. പക്ഷേ ഈ സഭകളുടെ മാതാവാണ്. ഇതിൻ്റെ പാരമ്പര്യങ്ങൾ അതിനോട് യോജിച്ച് പോകുവാനും ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തരട്ടെ. പരിശുദ്ധ ഗ്രാദ്യോസേലിയാസ്ത്രത്തിൻ്റെ തിരുശേഷിപ്പ് ഇവിടെ സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ പെരുന്നാൾ കാര്യങ്ങളെല്ലാം ഭദ്രാസനത്രപതിത അഭിനന്ദ അപ്രയും തിരുമേനിയുമായിട്ട് കമ്മിറ്റിക്കാർ ആലോചിച്ച് അതിൻ്റെ തീയതി നിശ്ചയിച്ചു കൊള്ളണം. മഞ്ഞിനിക്കര പെരുന്നാളുള്ള ദിവസം വയ്ക്കരുത്. മറ്റുള്ള ആ ദിവസങ്ങളിൽ എന്ന് നടത്തണം എന്നൊക്കെ നിശ്ചയിച്ചു കൊള്ളണം. വാത്സല്യ മക്കൾ, ഞാനിന്നിപ്പോൾ ശുദ്ധ കുർബാന കഴിഞ്ഞ് ഇന്നെല്ലാവരും തിരുശേഷിപ്പ് ചുംബിച്ച് എനിക്കൊരു വഴിപാടുണ്ട്. എറണാകുളത്തേക്കാണെന്ന് തോന്നുന്നു. എറണാകുളത്ത് നിന്ന് മറ്റൂര് വരും. മറ്റൂരിൽ നിന്നാണ് പുത്തൻകുരിശിൽ വരും. പുത്തൻകുരിശിൽ നിന്ന് കുന്നക്കുരുടിയിലേക്ക് പോകും. പാപിയും ബലഹീനമായ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാൻ അന്മേനിയായിരിക്കുമ്പോൾ ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ശമാശനായിട്ടും അച്ഛനായിട്ടും ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ഒത്തിരി പേരെ ജീവന തുല്യം ഞാൻ സ്നേഹിക്കുന്നു. അവരെന്നെ സ്നേഹിക്കുന്നു. ഈ തിരുശേഷിപ്പ് സ്ഥാപനം സംബന്ധിച്ച് ഈ ഇടവകയുടെ ഉയർച്ച സംബന്ധിച്ചെല്ലാം ഡോക്ടർ ജോബ് കോളേജ് അധ്യാപകൻ എപ്പോഴും അവിടെ വന്ന് സമ്പർക്കം പുലർത്തിക്കൊണ്ടുപോകും. ക്ഷമിക്കണം. വിശേഷിപ്പ് സ്ഥാപനം സംബന്ധിച്ച് ബോംബെയിൽ നിന്നുള്ള തോമസ്, അല്ലെങ്കിലും ഈ പള്ളിയുടെ ഏത് കാര്യത്തിലും അദ്ദേഹം മുൻപന്തിയിലുണ്ട് സഹായിക്കാൻ. അവിടെയും അതുപോലെ തന്നെയാണ്. ഇന്ന് രാവിലെ വെളുപ്പിന് 6 മണി കഴിഞ്ഞപ്പോൾ കുറേ പേരവിടെ എത്തിയിരുന്നു. ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. വാഹനങ്ങൾ ക്രമീകരിച്ച് ആദരിച്ച് എല്ലാവരെയും നന്ദിയോടെ ഓർക്കും. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ മക്കൾ, വൃദ്ധനായ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കും. പാനപ്പെട്ട മനേക്കൊടി വലിയച്ഛനും ഇവിടെയുണ്ട്. പാനപ്പെട്ട തോമസച്ഛനും വന്ന് അനുഗ്രഹിക്കുന്നു. അവരൊക്കെയും ദേശത്തിൻ്റെ അനുഗ്രഹവും അലങ്കാരവുമാണ്. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിച്ചു കൊള്ളണം. ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. യാക്കോബായ സുറിയാനി സഭയുടെ വിശ്വാസവും പഠിപ്പിക്കലും യേശു ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചാണ്
മാറിയല്ല, മറിച്ചല്ല. ചിലരൊക്കെ അതല്ലാത്ത രീതിയിൽ പറയുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തിരുമേനി എന്നോട് ക്ഷമിക്കണം. ഈയിടെയായി റിവൈവൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നമ്മുടെ സഭയിൽ നിന്ന് വിട്ടുപോയ ആളുകൾ, അവർ നമ്മോട് സുവിശേഷ വേലയിൽ മത്സരിക്കുന്നു. തങ്കുരിശിൽ യോഗം വയ്ക്കുന്ന അതേ ദിവസം തന്നെ അവർ കോലഞ്ചേരിയിൽ കൊണ്ടുവന്ന് യോഗം വെച്ചു. അതിൻ്റെ അർത്ഥം അവർ മത്സരികളോടുകൂടെ ചേർന്നു എന്നാണ്, പത്രാകക്ഷികളോടുകൂടെ ചേർന്നു. 519 കേസുണ്ട് എൻ്റെ പേർക്ക്. 521 മത്സരം തിരുത്തിത്തരും. ദിവസവും കേസാണ്. ഞായറാഴ്ചയാണ് എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടായാൽ എൻ്റെ പേരിലാണ് കേസ്. ഒരു ക്രിസ്ത്യാനിക്ക് ഇത് സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ കേസിന് പോയിട്ടില്ല. എന്നാൽ അതിനെ ഫേസ് ചെയ്തില്ലെങ്കിൽ, സമാധാനം പറഞ്ഞില്ലെങ്കിൽ നമുക്ക് കഷ്ടനഷ്ടങ്ങളുണ്ടാകും. പിന്നെ അത് വീണ്ടെടുക്കാൻ ഒരുപാട് കാലങ്ങളെടുക്കും. തിരുമേനിയോടൊരപേക്ഷ, തിരുമേനി വിശുദ്ധ കുർബാന കഴിഞ്ഞ് 10 മിനിറ്റെങ്കിലും അനുഗ്രഹിച്ച് വചനശുശ്രൂഷ നിർവഹിച്ച് ഈ ഇടവകയെ കരുതണമേ എന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ചില പാരമ്പര്യങ്ങളുണ്ട്. എല്ലാ വീടുകളിൽ നിന്നും ഫലമൂലാദികൾ കൊണ്ടുവരും, അത് ലേലം ചെയ്യും, ഇടവകയ്ക്ക് മുതൽക്കൂട്ടാകും. ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ അവരൊരു സാധനം ലേലം ചെയ്ത് അത് നടക്ക വെച്ച് തൻ്റെ ചുമതല തീർക്കണം. അല്ലെങ്കിൽ ആ ഓഹരി കൊടുത്ത് കണക്കെഴുതിച്ച് തീർക്കണം. വഴിപാടിടുമ്പോൾ ദൈവം കാലങ്ങൾ മാറ്റി തന്നു, അഭിവൃദ്ധി തന്നു. കൂലിവേലയ്ക്ക് പോകുന്ന ഒരു പെണ്ണിന് കുറഞ്ഞത് 350-400 കിട്ടും. പുരുഷന്മാർക്ക് അതിൽ കൂടുതൽ കിട്ടും. കാലങ്ങൾ മാറിപ്പോയി. വഴിപാടിടുമ്പോൾ ശ്രദ്ധിച്ചുകൊള്ളു. ഇതിപ്പോൾ മറ്റാരും നിങ്ങളോട് പറഞ്ഞെന്ന് വരികയില്ല. ക്ഷമിക്കാൻ ഞാൻ നിങ്ങളോട് പറയുന്നില്ല, എന്നോട് ക്ഷമിക്കണമെന്ന്. കാരണം ദൈവം കരുതുന്നവനാണ്. ദൈവത്തെ നാം ആദരിച്ച് കരുതി എല്ലാ കാര്യങ്ങളിലും ബന്ധപ്പെട്ട് നിൽക്കണം. ഈ ഇടവകയിലെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കൺവെൻഷനുകൾ, പ്രാർത്ഥനായോഗങ്ങൾ, പ്രത്യേകിച്ച് കുടുംബ യൂണിറ്റുകൾ എല്ലാം യേശുക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചാണ് ഭംഗിയായി നടത്തിക്കൊണ്ടത്. ഇപ്പോൾ ഇത്തിരി ശേഷിപ്പ് സ്ഥാപിക്കുന്ന ഒരു ചെറിയ ശുശ്രൂഷയുള്ള നിറവേറ്റുന്നു. നയവാൻപനകോന തളിർത്തിടമേ വളരും അവൻ ലബാനോൻ കാരകിൽ പോൽ വൃദ്ധതയിലും പുസ്തികളും പോലെ നമ്മോറികനാത്തെയോ നാമെല്ലാവരും പ്രാർത്ഥിച്ചിറത്താവിൽ നിന്ന് വിഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും ചെയ്യും മാഞ്ഞുപോകാത്തതായ നല്ല ഔന്നത്യവും ഇടവിടാതെ സദാ നേരങ്ങളിലും കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായ